welcome to another day of harp and bowl. My voice shalt thou hear in the morning, O Lord, in the morning will I direct my prayer. So let's just start this day with a word of prayer. Thank you, Father Lord Jesus, for this beautiful day you've given us. Thank you for this gift of another morning in our lives. Father Lord Jesus, as we spend this time in your presence, we ask and pray that you would be with us. Help us to hear from you, help us to feel you, and help us to know more about you today morning. We thank you for this opportunity that you've prepared for us, O Father Lord. In this exclusive time, O Lord Jesus, let it just be about you and us and nothing else. All glory and honor we give to your name alone, Appa. In the wonderful, precious name of Jesus we pray. Amen. Amen. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നെന്നാലും, ഉച്ചവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും, എന്നെ തകർക്കാൻ ശത്രുവിൻ കരം എന്റെ മേൽ ഉയർന്നെന്നാലും, ഉച്ചവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും, ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. പ്രതികൂല കാറ്റന്മേലടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും, ഒരിക്കലും ഉയരില്ല എന്ന് വിധിച്ച് ഏവരും മാറിടിലും, പ്രതികൂല കാറ്റന്മേലടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും, ഒരിക്കലും ഉയരില്ല എന്ന് വിധിച്ച് ഏവരും മാറിടിലും, ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല, ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല. എന്റെ യേശു കൂടെയുണ്ട്, നിന്റെ യേശു കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. ഓ ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കുക
കൈവിടില്ല. എൻ്റെ യേശു മാറുകില്ല, എൻ്റെ യേശു മാറുകില്ല. ഹല്ലേലൂയ. ஊற்றிடுமே உம்மல்லமையை இந்த நாளில் எங்கள் மீதே. ஊற்றிடுமே உம்மல்லமையை இந்த நாளில் எங்கள் மேலே. ஊற்றிடுமே உம்மக்கினியை இந்த நாளில் எங்கள் மேலே. ஊற்றிடுமே உம்மக்கினியை இந்த நாளில் எங்கள் மேலே. வல்லமையோடே வல்லமை வல்லமை தாருமே, தேசத்தை உமக்காக கலக்கிட. அபிஷேகம் அபிஷேகம் ஊற்றுமே, ஆனல் கொண்டு உனக்காக எழும்பிட. வல்லமை வல்லமை தாருமே, தேசத்தை உமக்காக கலக்கிட. அபிஷேகம் அபிஷேகம் ஊற்றுமே, ஆனல் கொண்டு உமக்காக எழும்பிட. ஊற்றிடுமே உம் வல்லமையை இந்த நாளில் எங்கள் மேலே. ஊற்றிடுமே உம் அக்கினியை இந்த நாளில் எங்கள் மேலே. வல்லமையோடே பெந்தெக்கோஸ்து நாளில் செய்தது போல அக்கினிகள் நாவுகள் பொருந்திடுமே. பெந்தெக்கோஸ்து நாளில் செய்தது போல அக்கினியின் நாவுகள் பொழிந்திடுமே. அப்போஸ்தலர் நாள்களில் செய்தது போல இன்றும் செய்ய வேண்டுமே. அப்போஸ்தலர் நாள்களில் செய்தது போல இன்னும் செய்ய வேண்டுமே. ஊற்றிடுமே உம் வல்லமையை இந்த நாளில் எங்கள் மேலே. ஊற்றிடுமே உம் அக்கினியை இந்த நாளில் எங்கள் மீதே. வல்லமையோடே வல்லமை வல்லமை தாருமே, தேசத்தை உமக்காக கலக்கிட. அபிஷேகம் அபிஷேகம் ஊற்றுமே, அனல் கொண்டு உமக்காக எழும்பிட. வல்லமை வல்லமை தாருமே, தேசத்தை உமக்காக கலக்கிட. அபிஷேகம் அபிஷேகம் ஊற்றுமே, அனல் கொண்டு உமக்காக எழும்பிட. ഹല്ലേലൂയ ഹല്ലേലൂയ. താവേ വാഴ്ത്തപ്പെട്ട ദൈവമേ, തുളസിപിതാവേ, നല്ല സമയത്തായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. താവേ, എന്ന ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. കർത്താവേ, അനേകർ ഈ പ്രഭാതം കാണാതായിരുന്നപ്പോൾ കർത്താവ് ഞങ്ങളെ ഈ കർത്താവിനെ സ്തുതിപ്പാനും പ്രാർത്ഥിപ്പാനും തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവ്, നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സഭയായി അവിടുന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സങ്കീർത്തനം 103:2 വായിക്കുന്നത് പോലെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവ് ചെയ്തു തന്ന സകല ഉപകാരങ്ങളെ ഓർത്ത് കർത്താവ് നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവ് തന്ന എല്ലാ നന്മകൾക്കായി സ്തോത്രം, ഉപകാരങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, ആവശ്യമായ എല്ലാം കർത്താവ് തന്നതിനെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, പലവിധമായ പ്രയാസങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ കർത്താവ് അത്ഭുതകരമാവണം നടത്തുകയും സഹായിക്കുകയും ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെല്ലാവരെയും കർത്താവിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിച്ച് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപ ഞങ്ങളോടുകൂടെ എപ്പോഴും ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സഭയായി സമർപ്പിച്ച് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പാസ്റ്റേഴ്സിനും ലീഡേഴ്സിനെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് അവിടുന്ന് സഹായിക്കണമേ, അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവികമായ കൃപകളാൽ നിറയ്ക്കണമേ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പരിജ്ഞാനത്താൽ നിറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ അവരുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സൂക്ഷിക്കണമേ, സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയിലെ എല്ലാ കുടുംബങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ, വാർദ്ധക്യത്തിൽ അയക്കുന്നവരെ, രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം കർത്താവ് ആശ്വസിപ്പിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സാമ്പത്തിക ഞെരുക്കങ്ങളെ, ക്ലേശങ്ങളെ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ ഞങ്ങളുടെ മക്കളെയും കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് ധാരാളമായ നന്മകളെ കൊടുത്ത് മാനിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ എല്ലാവരെയും സൂക്ഷിക്കണമേ, രോഗികളായിട്ടുള്ളവർക്ക് കർത്താവ് സൗഖ്യം അവിടുന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുകുട്ടികളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രക്തവളപ്പ് കർത്താവ് മറക്കണമേ, സഹായിക്കണമേ, യാതൊരു രോഗങ്ങളും
പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ ഒന്നും കൂടാതെ കർത്താവിന് സഹായിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാവരെയും പൊഞ്ഞുകൊള്ളണമേ. അവരുടെ ഞങ്ങളുടെ യാത്രയിലെ പോക്കിലും വരവിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെല്ലാവരെയും പൊതിഞ്ഞുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ രാജ്യത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഭരണാധികാരികളെ ഏൽപ്പിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ സംസ്ഥാനത്തെ ഏൽപ്പിക്കുന്നു. സംസ്ഥാന ഭരണാധികാരികളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ പൊതിയണമേ. കർത്താവെ ഈ മഹാമാരിയിൽ നിന്ന് കർത്താവ് ഞങ്ങളെ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. ജനം എത്രയും പെട്ടെന്ന് ദൈവികമായ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും കടന്നു വരുവാൻ തൊക്കണം. കർത്താവോടും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പൂർണ്ണമായ ഒരു ആശ്വാസം കർത്താവ് ഞങ്ങളുടെ സംസ്ഥാനത്ത് കർത്താവ് തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എത്രയും വേഗം കർത്താവെ അങ്ങനെ വചനം ശക്തമായ ദേശത്ത് ഘോഷിക്കപ്പെടുവാൻ കർത്താവ് അതിൻ്റെ മുഖാന്തരങ്ങളെല്ലാം കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതിൻ്റെ ദൈവദാസം വരെ കർത്താവ് ഒരുക്കണമേ. എല്ലാ കാര്യങ്ങളും കർത്താവെ അത് കർത്താവ് ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സുവിശേഷ പ്രവർത്തനം വളരെ ശക്തിയായി നടക്കുവാൻ തക്കണം കർത്താവെ സഹായിക്കണമെന്ന് അനേകരെ യേശുവിലേക്ക് നേടുവാൻ കർത്താവ് ഞങ്ങളെ സഭയായി കർത്താവ് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കർത്താവിൻ്റെ കാര്യങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് അവിടുന്ന് പ്രാർത്ഥനയ്ക്കായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുക. വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ മുൻപിൽ കർത്താവിൻ്റെ വചനവുമായി വരുവാൻ കർത്താവ് സഹായിച്ച വലിയ ഭാഗ്യത്തിനായി അടിയ നന്ദി പറയുകയാണ്. ലോക്ക്ഡൗൺ എന്ന സാഹചര്യം ദൈവമക്കളെ സംബന്ധിച്ച് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പലതും പഠിപ്പിക്കുകയാണ്. ഈ ലോക്ക്ഡൗൺ കാലശേഷം എന്തൊക്കെയാ സംഭവിക്കുകയും എന്തെല്ലാം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് ജനം ഇരിക്കുകയാണ്. എന്നാൽ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ഒരു ചിന്ത ഇങ്ങനെയാണ്: സഭ എന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ ദൈവമക്കൾ നമ്മൾ കർത്താവിലായി തീർന്നതിന് ശേഷം നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം കർത്താവിനെ കാണണം, കർത്താവിൻ്റെ വരവിൽ അവനെ മുഖാമുഖമായി കാണണമെന്നുള്ള ചിന്തയാണ് ഏറ്റവും അധികമായുള്ളത്. എന്നാൽ ഇത് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ട ഒരു ചിന്തയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം ആരെഴുതിയെന്ന് വ്യക്തമല്ല, എങ്കിലും പൗലോസ് ആണെന്നും ബർന്നബാസും അപ്പൊല്ലോസും ആകാമെന്നും പറയുന്നുണ്ട്. റോമയിലുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതുന്നത്. എഴുതിയ എഴുത്തുകാരൻ ഒരു കാര്യം സഭയെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെയുള്ള ദൈവമക്കളെ കുറിച്ച് പ്രശംസിച്ച് അവരെക്കുറിച്ച് എഴുതുന്ന ഒരു കാര്യമാണ് 10-ാം അധ്യായത്തിൽ 32 മുതൽ 39 വരെയുള്ളത്. അവിടെ ഇങ്ങനെയാണ് പ്രസ്താവിക്കുന്നത്. അതിൻ്റെ 32 മുതൽ ഇങ്ങനെ പറയുന്നു: എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കുത്തുകാഴ്ചയായി ഭാവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം ഹരിച്ചു പൂർവകാലം ഓർത്തുകൊള്ളുവിൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്നറിഞ്ഞു സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. നഷ്ടത്തിന്റെ ഒരു കണക്ക് പറയാനാണ് ഇന്ന് ലോകം ശക്തമായി ഗവൺമെന്റുകളിലും ഗവൺമെന്റ് ഓഫീസുകളിലും അവർ പ്രസ്താവിക്കുന്ന, ടാക്സ് ഓഫീസുകളിലും പ്രസ്താവിക്കുന്ന കാര്യം, ഞങ്ങൾക്ക് 2 മാസമായ നഷ്ടങ്ങളാണ്, ലാഭമൊന്നുമില്ല. എന്നാൽ ഇവിടെ ആത്മീയാർത്ഥമായി നോക്കുമ്പം എബ്രായ ലേഖനത്തിൽ റോമയിലുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ലേഖനം അപ്പോസ്തലൻ എഴുതുമ്പോൾ അവർ പ്രസ്താവിക്കുകയാണ്,
നിങ്ങൾ തടവുകാരോട്, നിങ്ങൾക്ക് അനേക കഷ്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ തടവുകാരോട് എന്ന് പറഞ്ഞാൽ സുവിശേഷ നിമിത്തം തടവിലായ അനേകരുണ്ടായിരുന്നു, അവരോട് സഹതാപം കാണിക്കുകയും മാത്രമല്ല തടവിലല്ലാത്ത ദൈവമക്കൾ അവരുടെ സമ്പത്ത് അപഹരിക്കപ്പെട്ടപ്പോഴും അവർ സന്തോഷമുള്ളവരായിരുന്നു. എന്താ കാരണം? അവർക്ക് ഉയരത്തിൽ ഒരു സമ്പത്ത് യേശു ഒരുക്കിയിട്ടുണ്ട്. ഇതാകണം നമ്മുടെ കാഴ്ചപ്പാട്. നഷ്ടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകാം, പ്രതികൂലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകാം. പക്ഷെ അവിടെ അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്, സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. സമ്പത്തുകൾ അപഹരിക്കപ്പെട്ടു, പക്ഷെ അത് സന്തോഷത്തോടെ അവരതിന് സ്വീകരിച്ചു. കാരണം സ്വർഗത്തിലൊരു വലിയ സമ്പത്ത് ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാട്. നാളെ പട്ടിണിയാവുമെന്നല്ല ഞാൻ പറയുന്നത്. നഷ്ടങ്ങൾ വന്നാലും അത് സന്തോഷത്തോടെയുള്ളൊരു മനസ്സ് ഉണ്ടാകുന്നതാണ് മെച്യൂർ ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ. നമ്മുടെ മെച്യൂർ നമ്മൾ വായിക്കുന്നുണ്ട് 14-ാം അധ്യായം റോമക്കെഴുതിയ ലേഖനത്തിൽ വ്യക്തമായിട്ടുണ്ട്, righteousness, peace and joy in the Holy Ghost. That's the kingdom of God. അതാണ് ദൈവരാജ്യം. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം ഒരു മെച്ചർ ക്രിസ്ത്യനെ സംബന്ധിച്ച് ലോകം എങ്ങനെ തകർന്നാലും അത് അവന്റെ മനസ്സിന് അത് പോകത്തില്ല, അത് നഷ്ടമാകത്തില്ല. നമ്മളൊരു മെച്യൂരിറ്റിയിലേക്ക് ദൈവം കൊണ്ടുവരും. കാരണം കർത്താവിന്റെ വരവ് വളരെ വളരെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം. ഇനി ഈ ലോക്ക്ഡൌണിന് ശേഷം എങ്ങനെയാ കാര്യങ്ങൾ പോകുന്നത് നമുക്കറിയത്തില്ല. പക്ഷേ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ദൈവ പൈതൽ, അവൻ ഉറച്ചു നിൽക്കുന്നത് ഒരൊറ്റ കാരണത്താൽ, ആ കർത്താവ് എനിക്ക് വേണ്ടി സമ്പത്ത് ഒരുക്കിയിട്ടുണ്ട്. സ്വർഗത്തിൽ ദൈവം അത് ഒരുക്കിയിട്ടുണ്ട്. സ്വർഗത്തിലെ നിക്ഷേപങ്ങളെ തള്ളി ഞാൻ ഒരിക്കലും ലോകത്തിന്റെ പുറകെ ഓടുവാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് പൗലോസ് പിന്നെയും താഴോട്ട് വരുമ്പം 35-ാം വാക്യത്തിൽ ഇങ്ങനെ പറയാണ്, therefore do not cast away your confidence which has great reward. മലയാളത്തിൽ അതിങ്ങനെ പറയുന്നത്, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഒരു പ്രതിഫലമുണ്ട്, ഇവിടെയല്ല, സ്വർഗത്തിൽ നിത്യതയെ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു നിക്ഷേപമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രത്യാശ തള്ളിക്കളയരുത്. ഡു നോട്ട് കാസ്റ്റ് അവേ യുവർ കോൺഫിഡൻസ് വിച്ച് ഹാസ് ഗ്രേറ്റ് റിവാർഡ്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ കോൺഫിഡൻസിനെ നിങ്ങൾ തള്ളിക്കളയുക. എന്താണ് കോൺഫിഡൻസ്? ഇവിടത്തെ സമ്പത്ത് അപഹരിക്കപ്പെട്ടാലും അത് സന്തോഷത്തോടെ ആ സമയം അവർ ദൈവസന്നിധിയിലിരുന്നു. അവർ കരഞ്ഞില്ല എന്നുള്ള മുറവിളി അവർ ഉണ്ടാക്കിയില്ല. അവിടെയെല്ലാം അവർ സന്തോഷത്തോടെ ഇരുന്നു. എന്നിട്ട് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമാണ്, ഫോർ യു 36-ാം വാക്യം, ഫോർ യു ഹാവ് നീഡ് ഓഫ് എൻഡ്യൂറൻസ്. നമുക്ക് ആവശ്യമായിരിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് സഹിഷ്ണുത. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നമുക്ക് ആവശ്യം. സഹിക്കുക, രണ്ട് രീതിയിൽ സഹിക്കാം. ഒന്നിവിടെ പൗലോസ് അല്ലെങ്കിൽ അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്, ഉയരത്തിൽ ഒരു സമ്പത്തുണ്ട് എന്ന് അറിഞ്ഞ് ഇവിടുത്തെ ധനം നഷ്ടമായാലും ഞാൻ സന്തോഷകനാണ്, ഞാൻ എല്ലാം സഹിക്കാൻ തയ്യാറാണ്. മറ്റൊരു രീതിയിലൊരു സഹനമുണ്ട്, നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് സഹിക്കുക. ആ സഹനത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നിവൃത്തിയില്ലാത്തതുകൊണ്ട് സഹിക്കുക അല്ല. ഇവിടെ നഷ്ടമായി നമ്മുടെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ലോകത്തിലെ എന്ത് നഷ്ടമായാലും എന്ത് പ്രതികൂലമാണായാലും സഹിച്ച് ദൈവസന്നിധിയിൽ നിൽക്കും. എങ്ങനെയാ?
ഉയരത്തിൽ എനിക്കൊരു നിക്ഷേപമുണ്ട്. മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പ്രവചിക്കാനൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ 2019 ഡിസംബർ 1 മുതൽ ദൈവം എനിക്ക് നൽകി തന്ന ആ കൊച്ചു കൂട്ടായ്മയിൽ ജനത്തോട് കൂടെ ഇടപെട്ട ഒരു ദൈവവാക്യമാണ്. ഇസഹാക്ക് ദൈവത്തെ ക്ഷാമകാലത്ത് അനുസരിച്ചു. ക്ഷാമം എന്ന് പറയുന്ന എല്ലാവരും ഒരേ നിലവാരത്തിലാകുന്ന സാഹചര്യമാണ്. ഇന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും ഒരു വൈറസ് കാരണം ലോകത്തിലെ എല്ലാവരും ഒരേ നിലവാരത്തിലായി. എല്ലാവരും ജോബ്ലെസ്സായി, ജോലി ഇല്ലാത്തവരായി, ബിസിനസ് ഇല്ലാത്തവരായി, ആർക്കും തൊഴിലില്ലാത്തവരായി, എല്ലാവരും ഒരുപോലെ ആകുന്നൊരു സാഹചര്യം. ആ ക്ഷാമകാലത്തും ഇസഹാക്കിന്റെ സമയത്തുള്ള ക്ഷാമകാലത്തും എല്ലാവരും ഒരുപോലെയായി. പക്ഷെ ദൈവം ഇസഹാക്കിനോട് പറഞ്ഞു, താൻ ദൈവത്തെ അനുസരിച്ച്. അതാണ് 2020 ഞാൻ എൻ്റെ കൂട്ടായ്മയിൽ 2019 അവരോട് ദൈവം ഇടപെട്ടൊരു കാര്യം ഇങ്ങനെയായിരുന്നു. അനുസരിക്കുന്നവരുടെ വർഷമായി 2020. അനുസരിച്ചാൽ ഏത് സാഹചര്യത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ദൈവത്തെ അനുസരിക്കണം. ദൈവമാ നമ്മളെ നടത്തുന്നത്, ലോകമല്ല നടത്തുന്നത്, ദൈവമാ നമ്മളെ നടത്തുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ വ്യക്തമായി പറഞ്ഞു, for you have need of endurance so that you have done the will of God, you may receive the promise. അത് സഹിഷ്ണുത എല്ലാ മേഖലകളിലും നമുക്ക് ഏറ്റവും ഇനി മുന്നോട്ട് പോകും തോറും ഈ സഹിഷ്ണുത നമുക്കുണ്ടാവണം. എന്താ സഹിഷ്ണുത എന്ന് നമ്മൾ പറയുമ്പോൾ, സ്വർഗത്തിൽ കർത്താവ് എനിക്കൊരു നിക്ഷേപം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലോകത്തിലെ കഷ്ടം ഞാൻ സാരമെന്ന് എണ്ണുന്നു. എത്ര പ്രതികൂല സാഹചര്യമാണ് ഞാൻ സന്തോഷത്തോടെ ഇരിപ്പാൻ. അതാണ്, if you are the kingdom of God, you have joy in the Holy Ghost, you have peace, you will still do the righteous thing, righteousness, peace and joy in the Holy Ghost. ഒരു മെച്യൂർ ക്രിസ്ത്യൻ ഏത് സാഹചര്യത്തിലും നീതിയോടെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അനീതി ചെയ്യത്തില്ല, ജീവിക്കാൻ ഇല്ല. സമാധാനത്തോടെ തന്നെ ഇരിക്കും, കാരണം ഒരു ഉറപ്പുള്ളത് കൊണ്ട്. പിന്നെ പരിശുദ്ധാത്മാവിൽ ഉള്ള സന്തോഷം. എന്താ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം? പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ പോകും. അതുകൊണ്ട് അവിടെ ഒരു കുറ്റം ചെയ്ത് നമ്മൾ, അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്ത് നമ്മൾ മനോവിഷമത്തോടെ ഇരിക്കുന്ന ഒരു സാഹചര്യമില്ല. കിങ്ഡം ഓഫ് ഗോഡിനകത്ത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇതാ. ഈവൻ ദർ ഇസ് നത്തിങ്, even the things are very bad, still I will live in the righteousness, still I will have the peace, and still I enjoy in the Holy Spirit. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. ഇസഹാക്കിന് എല്ലാവരും ലോക്ക്ഡൗണിൽ കിടന്നപ്പം ദൈവം ഇസഹാക്കിനോട് ഇടപെട്ടു. ഇസഹാക്ക് ദൈവത്തെ അനുസരിച്ച് ഇസഹാക്ക് വിത്ത് വിതച്ചു. ഇസഹാക്കിന് 100 മേനി ദൈവം കൊടുത്തു. അനുസരണത്തിന്റെ ഗുണമാണ്. അനുസരിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ല. അനുസരിക്കുന്നവരെ ദൈവം നിറഞ്ഞു. അനീതിയോടെ ജീവിക്കുന്നവർക്ക് ദൈവം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ പ്രതികൂലത്തിലും നീ നീതിയോടെ തന്നെ നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിന്റെ വരവ് വരെയും ദൈവം നമ്മളെ നിലനിർത്തും. നമ്മളൊരു പാട്ടിലിങ്ങനെ പാടുന്നുണ്ട്, കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റിയാലും കാക്കയുടെ വരവ് നിന്നാലും സാറാഫത്ത് ദൈവം ഒരുക്കി ഏലിയാവിനെ പോറ്റും. ദൈവത്തിന് ഒന്നും ഒരു പ്രതികൂലമായി നിൽക്കത്തില്ല. കർത്താവിന് പ്രകൃതിയോട് ഏതിനോട് കൽപ്പിച്ചാലും പ്രകൃതി അനുസരിക്കും. ഏത് മനുഷ്യനോട് ദൈവം ഇടപെട്ടാലും ആ മനുഷ്യൻ ദൈവത്തെ അനുസരിക്കും. സോ ഒരിക്കലും നമ്മുടെ കോൺഫിഡൻസ് വിട്ടുകളയല്ല. നമ്മളിൽ ദൈവം തന്നെ ഇരിക്കുന്ന ആ എൻഡ്യൂറൻസ്, ആ സഹിഷ്ണുത വർദ്ധിച്ചു വരണം. മെച്യൂർ ക്രിസ്ത്യൻ ഓൾവേസ് ഹാവ് ദ എൻഡ്യൂറൻസ്. അവരൊരിക്കലും സാഹചര്യങ്ങളെ വിഷമിച്ച് കണ്ട് നെടുവീർപ്പിട്ട് കരഞ്ഞു മാറി ഇരിക്കത്തില്ല. They will joyfully face all the situations.
അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ for yet a little while and he who is coming will come and will not tarry. എബ്രായ ലേഖനം എഴുതുമ്പോൾ റോമയിലുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതുമ്പോൾ അവർ വളരെ പീഡനത്തിൽ കൂടി കടന്നു പോവുകയാണ്. വളരെ പീഡനമാണ്. ആ പീഡനത്തിൽ കൂടി അവർ കടന്നു പോകുമ്പോഴും അവരുടെ ഉള്ളിലൊരു ഒരു ഒരു ചിന്തയുണ്ട്, കർത്താവ് വേഗം വരും, ഞങ്ങളെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്തും. ഒരു പക്ഷേ അവർ മരണപ്പെട്ട് കാണും, എങ്കിലും പ്രത്യാശയോടുകൂടി അവർ മരിച്ചു. ഇവിടെ ഈ സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വളരെ വ്യക്തമാണ് കർത്താവിന്റെ വരവ്. സഭയെ സംബന്ധിച്ച് ലോകാവസാനമല്ല, സഭയെ സംബന്ധിച്ച് കർത്താവിന്റെ വരവ്, രഹസ്യ വരവ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ കർത്താവിന്റെ വരവിന് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങുന്നത്. ഈ സഹിഷ്ണുത നമുക്ക് എന്തുകൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും സഹിക്കുകയല്ല, നമ്മൾ ക്രിസ്തുവിൽ കർത്താവിന്റെ വരവ് വേഗം വരും, സ്വർഗത്തിലെ നിക്ഷേപം ഞാൻ കാണും, അത് പ്രാപിക്കും, അത് ഞാൻ അനുഭവിക്കും എന്നുള്ള ആ പ്രത്യാശയിൽ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ മുന്നോട്ട് പോകുമ്പം വളരെ വ്യക്തമായി പറയുന്നു, he who is coming will come and will not tarry. Now the just shall live by faith. ഇതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ എൻഡ്യൂറൻസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്, ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമുക്ക് ആവശ്യമുള്ളത്. The just shall live by faith. But if anyone draws back, my soul has no pleasure in him. അപ്പോൾ നമ്മളെ തെരഞ്ഞെടുത്തു, നമുക്ക് വിളിയുള്ളവരാണ്. എങ്കിലും ഇങ്ങനൊരു സാഹചര്യം വരുമ്പം നമുക്ക് ജഡികമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരു സൈഡിൽ വളർന്നുകൊണ്ടിരിക്കുക, ജഡികമായി പോകാം. അതുകൊണ്ടാണ് പറഞ്ഞത് ജസ്റ്റ് ദ റൈച്ചസ് ഷാൽ ലീവ്. നീതിമാൻ വിശ്വാസത്തോടുകൂടി, ദ റൈച്ചസ് വിൽ ലീവ് ബൈ ഫെയ്ത്ത്. ഉറപ്പുള്ളവൻ, സഹിഷ്ണുതയുള്ളവൻ ഒഴിക്കണം. ഈ കർത്താവ് ഉപമ പറയുമ്പോൾ 10 കന്യകമാരുണ്ടായിരുന്നു, 10 പേരും വിശ്വാസികൾ. പക്ഷെ അവിടെ പറയുന്നുണ്ട് 5 പേര് ബുദ്ധിയുള്ളവര്, അവര് എണ്ണപാത്രവും എടുത്തുകൊണ്ടാണ്. ഇനി എണ്ണയെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ പലതും ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് എണ്ണ എന്നുള്ളത് ഇസ് എ ഫ്യൂവൽ. അതൊരു ഫ്യൂവലായിരുന്നു, ഇന്ധനമാണ്. എന്തിനുള്ളത്? വിളക്ക് കത്തിക്കാനുള്ള ഇന്ധനം. ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ഇന്ധനം എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശ. ഒരു പ്രത്യാശ നമുക്ക് വേണം, ഒരു ഉറപ്പുണ്ട്, ഒരു ധൈര്യമുണ്ട്. നാളെ കർത്താവ് വരുവാൻ താമസമാണെങ്കിലും നാളെ ദൈവം എന്നെ നടത്തും എന്നുള്ളൊരു ഉറപ്പാണ് നമ്മളെ മുന്നോട്ട് നടത്തുന്നത്. ഞാൻ ഈ ലോക്ക്ഡൗൺ ടൈമിൽ വളരെ അധികം പേടിച്ച് ചിന്തിച്ചൊന്നും ആയിരുന്നില്ല. എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, എന്നെ ദൈവം നടത്തുന്നു. ദൈവം എന്നെ നടത്തി, സന്തോഷത്തോടെ നടത്തി. ആരോട് ഞാൻ ചോദിച്ചില്ല, പക്ഷെ ദൈവം എല്ലാം ഒരുക്കി തന്നു. ദൈവം മാനിക്കുന്നു പറഞ്ഞാൽ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. മുന്നോട്ട് നമ്മൾ എങ്ങനെ പോകുമെന്നോർത്ത് ഭാരപ്പെടരുത്, ഒരു പ്രത്യാശ ഉണ്ടായിരിക്കണം. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. നമ്മുടെ ഉറപ്പെന്ന് പറഞ്ഞാൽ കർത്താവ്, നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സമ്പത്ത്. കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സമ്പത്ത്, അത് ഞാൻ അനുഭവിക്കും, കാണും. ഇവിടെയല്ല, നിത്യതയിൽ. വി ആർ ഓൾ ഹിയർ ഫോർ എ ടെമ്പററി ടൈം. നമ്മളെല്ലാം കടന്നു പോകുന്നവരാണ്. ഇവിടെ സ്ഥിരമായി നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല. ഇറ്റ്സ് എ ടൈം ബീങ് വി ആർ ഹിയർ. ഇതിൻ്റെ ഇടയിൽ ദൈവം നമ്മളെ വിളിച്ചത്, നമ്മൾ ആ വിളി കേട്ടു. ഒരു പാട്ടിങ്ങനെയുണ്ട്, താൻ വിളിച്ചു ഞാൻ പിൻചെന്നു സ്വീകരിച്ചു തൻ ശബ്ദത്തെ. ഭാഗ്യനാൾ ഭാഗ്യനാൾ
യേശു എൻ പാപം തീർത്ത നാൾ. കർത്താവ് വിളിച്ചു, അനുഗമിച്ചു. ഇന്ന് വരെയും ദൈവം മഹത്വത്തോടെ ദൈവം നടത്തി എന്ന് പ്രത്യാശിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു ഹല്ലേലൂയ ഇപ്പോൾ പറയാം. സ്തോത്രം. ദൈവം നമ്മളെ നടത്തും ഏത് സാഹചര്യത്തിലും. ഈ ഒരു ഉറപ്പാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പ്രൈസ് ഗോഡ്, ആമേൻ. കർത്താവ് നമ്മളോട് ഇന്ന് സംസാരിച്ച വചനത്തിനായി സ്തോത്രം. ദൈവം നമുക്ക് തന്നിട്ടുള്ള വലിയ ഉറപ്പ്, കർത്താവിൽ ക്രിസ്തുവിലുള്ള കോൺഫിഡൻസ്, അതൊരിക്കലും ഉപേക്ഷിക്കാതെ വലിയ പ്രതിഫലം ഈ ദിവസങ്ങളിലുണ്ട്. ഈ 2020 അവസാനിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മളോട് വാക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ വാഗ്ദത്തങ്ങളും, എല്ലാ പ്രോമിസുകളും, കന്യകമാരെ പോലെ let us wait on God and believe that He is a rewarder of those who diligently seek Him. നമുക്ക് കേട്ട വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സന്ധിയിലേക്ക് അടുത്തു വരുന്ന കർത്താവെ, ഇന്ന് ഞങ്ങളോട് കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം കർത്താവെ. വലിയൊരു പ്രതിഫലം, വലിയൊരു അനുഗ്രഹം, വലിയ പ്രാർത്ഥനകളുടെ മറുപടി കർത്താവ് വലിയ മഴയായിട്ട് ഹല്ലേലൂയ അയക്കുന്നതിനായി സ്തോത്രം. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും കർത്താവെ. താങ്ക് യു ഫോർ ബീങ് വിത്ത് us, Lord. Thank you that you are for us, Lord, and bless us for your glory, Lord. In Jesus' name we pray. Amen. God bless you. Have a blessed day. Let's meet tomorrow morning, 7 a.m. God bless you.